ഒരു AK-47 ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ തോന്നും. ഇതാണ് സിനിമ, ഇതാണ് ടെററിസം സിനിമ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, പടം ഹിറ്റാണ്, കിടിലം പടം. സത്യം പറഞ്ഞാണല്ലോ, ഇതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ ചെറുപ്പക്കാരെയും കൊണ്ടുപോയിട്ട് ഈ ടെററിസം ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് കണ്ടു കഴിഞ്ഞാണല്ലോ ഒരു AK-47 ഇപ്പോൾ അതിനകത്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ തോന്നുന്നു. അത്ര ഫീലുണ്ട്. പടം ഗംഭീര പടമാണ്, ഹിറ്റാണ്, ഇത് ബ്ലോക്ക് ബസ്റ്ററാണ്. ഇത് ആദ്യത്തെ ദുരന്തരുടെയും ഓവർടേക്കിംഗ് ആണ്. കിടിലം പടമാണ്. വയലൻസ് ഒക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഉണ്ടല്ലോ, പടം വേറെ ലെവലാണ്. പടം ഹിറ്റാണ്, ഒരു രക്ഷയില്ല, തകർപ്പും പടം. 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ ഇന്റർവെൽ വരെ സത്യം പറഞ്ഞാൽ ഒരു ബോറും ഇല്ലാണ്ട് കണ്ടിരിക്കും. അടിപൊളി, വയലൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയോടായിട്ട് പറയാൻ ബ്രോ. അടിപൊളി, നല്ല പടം. ഞാൻ ഫസ്റ്റ് ഹാഫ് നല്ല ഗ്രിപ്പിംഗ് ആണ്, നന്നായി കൊണ്ടുപോയിട്ടുണ്ട്. പ്രസൻറ്റേഷൻ വൈസ് അടിപൊളിയാണ്. സ്റ്റോറി ബേസ്ഡ് ആണ്. ഫസ്റ്റിന് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് നല്ല സ്റ്റോറി ബേസ്ഡ് ആണ്. ഫ്ലാഷ് ബാക്ക് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. എസ്പെഷ്യലി വയലൻസ് ഉണ്ടെങ്കിൽ കൂടെ നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പ്രസൻറ്റേഷൻ. ഫസ്റ്റുമായിട്ട് കമ്പയർ എനിക്ക് ഇത് സെക്കൻഡാണ് കൂടുതൽ ഇഷ്ടമാവുന്നത്. ഫസ്റ്റ് ഒരു ഫുൾ ഫ്ലെഷ്ഡ് ഇൻസിഡൻറ്റ് ബേസ്ഡ് ആയിരുന്നല്ലോ. ഫസ്റ്റിൽ അക്ഷയ് ഖന്നയുടെ പെർഫോമൻസ് ആയിരുന്നു നന്നായിരുന്നത്. ഇതിൽ പക്ഷേ രൺവീർ സ്കോർ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. യെസ്, ഓക്കെ, താങ്ക് യു. ഒരു 15 മിനിറ്റ് കേട്ടോ, കിണ്ണം കാച്ചി എന്നൊന്നും പറയാം. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ നിറഞ്ഞ ഗൈഡ് ചെയ്തു. ആദ്യത്തെ ഒരു 15 മിനിറ്റത്തെ സീൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഇൻട്രഡക്ഷൻ സീനുണ്ട്, അവരെങ്ങനെ ഇതായെന്നുള്ളത് അത് കലക്കി. അതൊന്നും പറയാനില്ല, വേറെ ലെവല്. അത് പിന്നെ ആ ഒരു പഴയ ലെവലിൽ തന്നെ പടം മുന്നോട്ട് പോകുന്നത്, ഫസ്റ്റിൻ്റെ തന്നെ ലെവലിൽ മുന്നോട്ട്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഒന്ന് പറയാനുണ്ട് എന്ന് വെച്ചാൽ അത്രയ്ക്ക് കാണാൻ ഇല്ല. ആ ഫസ്റ്റിൻ്റെ അതേ ഫിലിം സീനെ കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഉയ്യോ വേറെ ലെവൽ, ഒന്നും പറയാനില്ല, കിടുപ്പൻ. അടിപൊളി അടിപൊളി, ഇന്റർവെൽ ഒരു അടിപൊളി, സൂപ്പർ സൂപ്പർ. ഓ അടിപൊളി, വിഷയം ഒന്നും പറയാനില്ല. അത്രയ്ക്കൊന്നും പറയാനില്ല, കുഴപ്പമില്ല. കുറച്ചുകൂടെ സ്ലോ ആയിട്ടാ, കുറച്ചുകൂടെ ഫാമിലി ബേസ്ഡും സ്റ്റോറി പതുക്കെ സ്റ്റോറി പറയുന്നത്, അത്രേ ഉള്ളൂ. അടിപൊളി, ലാഗൊന്നും ഫീൽ ചെയ്തില്ല. നല്ല വിഷ്വലി എല്ലാം അടിപൊളിയാ, നൈസാ, ഹാപ്പിയാ. ഹാഫ് ടൈം ആയിട്ടുള്ളൂ, നൈസായിട്ടുണ്ട്. ഇതുവരെയും നൈസാണ്. എന്തായാലും ബാക്കിയും കൂടെ കണ്ടാലേ ഫുള്ള് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അത്രയും മിസ്സായി പോയി, ഞാൻ എത്തിയില്ല, അരമണിക്കൂർ കഴിഞ്ഞിട്ട് എത്തിയേ. നല്ലതായിരുന്നു, അടിപൊളി പടമായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ കഴിഞ്ഞേ ഉള്ളൂ, ഇനിയിപ്പം കൂടുതൽ ബിൽഡപ്പ് ഇനി വരുന്നേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ ഇനി കാണാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ലൈക്ക് ഒരു ആക്ഷൻ അല്ല എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഒരു സ്റ്റോറി ബിൽഡപ്പാണ്. അതായത് റിവെഞ്ച് എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് അത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പ്ലസ് കണ്ടിന്യൂഷൻ, അങ്ങനെയാണ് ഈ സ്റ്റോറി. വിഷ്വലി കുറേ സീൻസ് ഇതിൽ ശരിക്കും കുറവാണ്. ആക്ഷൻ സീൻസ് ഫസ്റ്റ് ഹാഫിൽ കുറവാണ്, പക്ഷേ എന്നാലും ഇനിയും വരാൻ ചാൻസസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ഇനി അറിയാൻ പറ്റുള്ളൂ. മൊത്തം 3.5 മണിക്കൂറാണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് 2 hours ആയിട്ടുണ്ട്. ഇനിയും പോയിട്ട് 1.5 hours ഉണ്ട്. കാണാം, കുറേ രീതിയിൽ മാറ്റങ്ങളുണ്ട്. പിന്നെ കൊള്ളാം അത്യാവശ്യം. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിലെ ബാക്കി അറിയാൻ പറ്റുള്ളൂ. സൂപ്പറാണ്, ഭയങ്കര രോമാഞ്ചം കിട്ടുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. ടൈം ഇപ്പോൾ ഇത്രയും ടൈമായി, 2 hours-ഓളായി, പക്ഷെ അത് അറിഞ്ഞിട്ടില്ല. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് കണ്ടിട്ടാണ്, കണ്ടിന്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്, വിഷ്വലി ബെറ്റർ ആക്കിയിട്ടുണ്ട്. ചില ഫസ്റ്റത്തെ അപേക്ഷ ഫസ്റ്റത്തെ അടിപൊളിയായിരുന്നു, പക്ഷെ അതിന് എനിക്ക് കുറച്ചുകൂടെ ഫസ്റ്റ് ഇതുവരെ കണ്ടതിൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ എന്നാൽ പോലും നല്ല രോമാഞ്ചം തരുന്ന കുറേ വിഷ്വൽസ് ഉണ്ട് ഉറപ്പായിട്ടും. നല്ല ഇൻട്രൊഡക്ഷൻ സീനൊക്കെ അടിപൊളിയാണ്.